ഇന്ത്യയിൽ 14 ജില്ലകളുള്ള ഒരു ചെറിയ സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. പക്ഷേ ലിറ്ററസി റേറ്റിലോ അല്ലെങ്കിൽ ഈ പറയുന്ന സാക്ഷരതയുടെയോ വിദ്യാഭ്യാസ നയങ്ങളിലോ നമ്മുടെ കേരളം ഇന്നും മുന്നിലായിരിക്കും. ഇന്ത്യയിൽ ഏറ്റവും സാക്ഷരത കൂടിയ അല്ലെങ്കിൽ ഏറ്റവും ലിറ്ററസി റേറ്റ് കൂടിയ ഒരു സംസ്ഥാനം കൂടിയാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. ഏകദേശം 96% നമ്മുടെ കേരളത്തിന്റെ ലിറ്ററസി റേറ്റ്. കാലം മുതലേ അല്ലെങ്കിൽ കേരളത്തിന്റെ ആദ്യകാലങ്ങളിൽ തന്നെ കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും ഈ പണം ഉണ്ടാക്കുക അല്ലെങ്കിൽ പണത്തിന്റെ പിന്നാലെ അല്ല പോരുന്നത്. അവരെല്ലാം ആഗ്രഹിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം നേടുക. വിദ്യാഭ്യാസം നേടിയെങ്കിൽ മാത്രമാണ് നമുക്ക് സമൂഹത്തിന് മുന്നിൽ നിൽക്കാൻ പറ്റുക. അല്ലെങ്കിൽ ജനങ്ങൾക്ക് അത്യാവശ്യം നല്ല വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അവർക്ക് തന്നെ സ്വന്തമായിട്ട് സ്വയം പര്യാപ്തത നേടി ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ നാടിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് ആദ്യമേ മനസ്സിലാക്കി കേരളത്തിൽ എല്ലാ ആളുകൾക്കും വിദ്യാഭ്യാസം വേണമെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്ന ഒരു കാര്യമാണ്. പക്ഷേ ആദ്യകാലങ്ങളിലൊക്കെ ഈ പറയുന്ന മേൽജാതിയിൽപ്പെട്ട ആളുകൾക്ക് മാത്രമായിരുന്നു കൂടുതലും വിദ്യാഭ്യാസം ലഭിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ആ സമയത്താണ് നമ്മുടെ കേരളത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലേക്ക് ഈ പറയുന്ന ബ്രിട്ടീഷുകാർ എത്തുകയും ഈ ബ്രിട്ടീഷുകാര് കൂടുതൽ ഈ ഒരു പല മിഷണറീസും കേരളത്തിലേക്ക് വരികയും ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മുടെ കേരളത്തിൽ ആരംഭിക്കുകയും ആ ഒരു സമയത്ത് അവർ ആരംഭിച്ച ആ ഒരു മിഷണറികളാണ് കൂടുതലും നമ്മുടെ കേരളത്തിലേക്ക് താഴെത്തട്ടിലേക്ക്, അതായത് താഴെത്തട്ടിലേക്കുള്ള താഴ്ന്ന ജാതിക്കാരിലേക്കും അല്ലാതെ ഫിഷർമാൻസിലേക്കും അങ്ങനത്തെ ആളുകളിലേക്ക് കൂടുതൽ വിദ്യാഭ്യാസം എത്തിക്കുന്നത്. അപ്പം ഈ പറയുന്ന മേൽജാതിയിൽ നിന്നും താഴ്ജാതിയിലേക്കുള്ള ആളുകൾക്ക് വിദ്യാഭ്യാസം എത്തിയപ്പോഴത്തേക്കും കേരളത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും ഈ പറയുന്ന വിദ്യാഭ്യാസം എല്ലാവർക്കും കിട്ടുന്ന രീതിയിലേക്ക് ഈ പറയുന്ന മിഷനറികൾ വന്നതോടുകൂടി മാറ്റങ്ങൾ കൊണ്ടുവന്നു. മിഷനറീസ് മാത്രമല്ല, പിന്നീട് കേരളത്തിൽ വന്നിട്ടുള്ള പലതരത്തിലുള്ള സംഘടനകൾ, അതായത് NSS ആയാലും SDP ആയാലും അല്ലെങ്കിൽ മറ്റുള്ള ഈ പറയുന്ന മതസംഘടനകൾ പോലും വിദ്യാഭ്യാസത്തിന് ഒരു മുൻഗണന അല്ലെങ്കിൽ മുൻതൂക്കം കേരളത്തിൽ എപ്പോഴും നൽകിയിരുന്നു. സംഘടനകൾ വരുന്നതിന് മുമ്പ് തന്നെ കേരളത്തിൽ ഈ പറയുന്ന വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള വലിയൊരു വിപ്ലവം അല്ലെങ്കിൽ വലിയൊരു റെവല്യൂഷൻ തന്നെ നടക്കുന്നുണ്ടായിരുന്നു. അന്ന് ഈ പറയുന്ന താഴ്ന്ന ജാതിക്കാർക്ക് വിദ്യാഭ്യാസം നൽകാൻ പറ്റത്തില്ല എന്ന് പറയുന്നൊരു വലിയ വിഭാഗം നിലനിൽക്കുന്ന സമയത്താണ് അയ്യങ്കാളി പറയുന്ന പോലെ എല്ലാവർക്കും വിദ്യാഭ്യാസം വേണമെന്നുള്ളൊരു രീതിയിലുള്ള ഒരു വിപ്ലവം സൃഷ്ടിക്കുകയും കേരളത്തിലുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും എല്ലാ തരത്തിലുള്ള വിദ്യാർത്ഥികളെ, അതായത് ജാതിയോ മതമോ അടിസ്ഥാനത്തിലല്ലാതെ എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകണം, എഡ്യൂക്കേഷൻ ഫോർ ഓൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകണമെന്നുള്ളൊരു പദ്ധതിയുമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു വിപ്ലവമായിട്ട് അദ്ദേഹം മുന്നോട്ട് വരികയും അതിനുശേഷമാണ് കേരളത്തിലുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് പഠിക്കാൻ സ്വാതന്ത്ര്യം ലഭിക്കുകയും ചെയ്തു. വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം 1956 കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം കേരളത്തിന്റെ അന്നത്തെ സർക്കാർ ആദ്യം ചെയ്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും എല്ലാ സ്റ്റുഡൻസിനും ഫ്രീ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക, അവർക്ക് ഫ്രീ ആയിട്ടുള്ള വസ്ത്രങ്ങൾ നൽകുക, ഫ്രീ ആയിട്ട് ടെക്സ്റ്റ് ബുക്കുകൾ നൽകുക, ടീച്ചേഴ്സിന് സെപ്പറേറ്റ് ട്രെയിനിങ് നൽകുക. ഇതിലൂടെ നമുക്ക് കേരളത്തിന്റെ ഈ പറയുന്ന വിദ്യാഭ്യാസ നയങ്ങൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ സാക്ഷരത നമുക്ക് കൂട്ടാൻ പറ്റും. എല്ലാവരിലേക്കും ഈ പറയുന്ന പോലെ വിദ്യാഭ്യാസം എത്തിക്കുകയും